രോഹിതേട്ടാ, കഴിഞ്ഞ ദിവസം NSS SNDPയുമായിട്ടുള്ള ഐക്യം വിട്ടിരുന്നു. ഇതിന് പ്രധാനമായുള്ള അവരുടെ കാരണങ്ങൾ എന്ത് വേണമെങ്കിലും ഉണ്ടാകാം. പക്ഷേ സോഷ്യൽ മീഡിയ പറയുന്നത് പത്മ അവാർഡ്സ് ലഭിക്കാത്തതിന്റെ കുശുമ്പാണ് സുകുമാരൻ നായർക്കെന്നാണ്. പത്മ അവാർഡ്സ് വെള്ളാപ്പള്ളിക്ക് കൊടുത്തു, തനിക്ക് കിട്ടിയില്ല, തനിക്കൊരു പത്മ കഫേ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഐക്യം വിട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അസൂയയുടെ പുറത്തായിരിക്കുമോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അങ്ങനെയല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിൽ 9 മന്ത്രിമാർ NSSന്റെ സമുദായ അംഗങ്ങളും NSSുമായി അടുപ്പം പുലർത്തുന്നവരുമാണ്. മനസ്സിലാക്കണം. ഇവിടെ UDF കാരനോ BJP കാരനോ ഒന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ ബന്ധമുള്ള NSSന്റെ നായന്മാരായിരിക്കുന്ന, ജാതി പറയുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്, എന്നാലും ഞാൻ പറയുന്നു, നായന്മാരായ 9 പേർ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു മന്ത്രിസഭയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അവിടേക്കാണ് ഈ പറയപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു ഐക്യം വേണം. അതായത് നോക്കുമ്പോൾ സുകുമാരൻ നായർ എല്ലാവരെയും കുറ്റം പറയുന്ന ഒരാളാണ്. ഇടതിനെയും പറയും, BJPയെയും പറയും, കോൺഗ്രസിനെയും പറയും. തെറ്റ് ചെയ്താൽ അത് ആരാണോ അവരെല്ലാം കൃത്യമായി കുറ്റം പറയുകയും തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ആ കാർക്കശം കാണിക്കുകയും ചെയ്യുന്ന ആളാണ് സുകുമാരൻ നായർ. വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്ന BJP നേതാവ് സുരേഷ് ഗോപി അവിടെയൊക്കെ കയറി ചെന്നപ്പോൾ എന്താ ഇവിടെ കയറി ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുള്ള നേതാവാണ് സുകുമാരൻ നായർ. പക്ഷെ സുകുമാരൻ നായർ അതിൻ്റെ കൊടുത്ത വിശദീകരണം കേട്ടാൽ സുകുമാരൻ നായരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തോന്നിപ്പിക്കും. കാരണം ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ സുഖിപ്പിച്ച് പറയാനോ പതപ്പിച്ച് പറയാനോ ഒന്നും അറിയത്തില്ല സുകുമാരൻ നായർ. അദ്ദേഹത്തിന് എപ്പോഴും ഒരു നായർ മാടമ്പിത്തരം നമുക്ക് ഫീൽ ചെയ്യും. അയാൾ സംസാരിക്കുന്ന സമയത്ത് ഒരു മാടമ്പി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ഒരാളാണ് സുകുമാരൻ നായർ. ചില നിലപാടുകളൊക്കെ എടുത്താൽ കട്ട് ആൻഡ് റൈറ്റ്, അവിടെ നിന്ന് ഒരു തരി പോലും പിന്മാറില്ല. ഈ സുരേഷ് ഗോപി അവിടെ വന്ന സമയത്ത് എന്താ സംഭവിച്ചു? സെക്യൂരിറ്റി വന്ന് പറയുന്നു സുരേഷ് ഗോപി വന്നിട്ടുണ്ട്, ശരി മന്നത്തിൻ്റെ സമാധി തുറന്നു കൊടുക്കുക. അവിടെ ചെല്ലുന്ന എന്തിനാ? പെരുന്നയിൽ ചെല്ലുന്ന എന്തിനാ? അവിടെ മഹാനായ യശശരീരനായ മണ്ണത്ത് പത്മനാഭന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഈ പറയപ്പെടുന്ന പെരുന്നയിലാണ്. അപ്പോൾ അത് തുറന്നു കൊടുക്കാൻ പറയുന്നു. അവിടെ പോയി ഇതിന് അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയിട്ട് ശരി പൊക്കോളാൻ പറയൂ എന്ന് പറയുന്നു. കാരണം ഇദ്ദേഹം അവിടുത്തെ ബഡ്ജറ്റ് ചർച്ചയിലാണ്. അപ്പോൾ ഒരു NSS പോലെയുള്ള മഹത്തരമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് ചർച്ച നടക്കുന്ന സമയത്ത് അവിടേക്ക് ഇദ്ദേഹം അനുവാദമില്ലാതെ കയറി ചെല്ലുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് അവിടെ ആർക്കും പ്രിവിലേജുകളില്ല എന്ന് കാണിക്കാനാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം വിശദീകരണം കൊടുക്കുമ്പോൾ അത് കൃത്യമായി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ SNDP NSS സഖ്യമില്ല എന്ന് ഒരു വാർത്ത പുറത്തു വരുന്നു. വാർത്ത വന്നത് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാവരും കൂടിയ സമയത്ത് ഭൂരിപക്ഷം പേർക്കും അങ്ങനെ ഒരു സഖ്യത്തിനോട് താല്പര്യമില്ല എന്ന് പറയുകയും അദ്ദേഹം ആ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പത്മഭൂഷൺ അവാർഡ് വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചതിന് പിന്നാലെയാണ് ഈ തീരുമാനം പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർ ഈ പറയപ്പെടുന്ന പത്മഭൂഷൺ ലഭിക്കാത്തത് വെള്ളാപ്പള്ളിക്ക് നടേശന് ലഭിച്ചതിൻ്റെ അസൂയ കൊണ്ടാണ് ഇത് തള്ളിപ്പറഞ്ഞത് എന്ന് ഒരു വ്യാഖ്യാനം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നടക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ തന്നെ പറഞ്ഞു. ഇവർ സഖ്യത്തെ പറ്റി കൂടുതൽ ആലോചിച്ചിരുന്നു. ഇപ്പം VD സതീശനോട് ഈ പറയപ്പെടുന്ന സുകുമാരൻ നായർക്കും ചില പരാതികളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും കോൺഗ്രസിൻ്റെ മുതിർന്ന ഒരുപാട് നേതാക്കന്മാർ ഈ പറയപ്പെടുന്ന NSSന്റെ ആശ്രിത വത്സരന്മാരും NSSന്റെ സുകുമാരൻ നായരെ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. വെള്ളാപ്പള്ളി നടേശന് വേണ്ടി ഈ സഖ്യത്തിന് വേണ്ടി ദൂതന്മാരായ ചില രാഷ്ട്രീയ പ്രവർത്തകർ അവിടെ എത്തി. അതിൻ്റെ ഉദ്ദേശം അത്ര ശരിയല്ല എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ ഒരു സ്റ്റേറ്റ്മെന്റ്, സുകുമാരൻ നായരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആരെങ്കിലും ചർച്ച ചെയ്തോ? അപ്പോൾ ആരാണ് ദൂതന്മാരായി അവിടെ എത്തിയ NSS ആസ്ഥാനത്തെത്തിയ രാഷ്ട്രീയ ദൂതന്മാർ? ആർക്കാണ് SNDP NSS ഐക്യം വന്നാൽ പ്രയോജനപ്പെടുത്താൻ പറ്റുക എന്ന ചിന്തയുള്ളവർ എന്നൊരു ചോദ്യം കൂടെ ബാക്കിയാണ്. കാലങ്ങൾക്ക് മുമ്പ് ഈ പറയപ്പെടുന്നൊരു ഐക്യം വന്നപ്പോഴാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ ആടി ഉലഞ്ഞത്. അന്ന് ആദരണീയനായ മന്നത്ത് പത്മനാഭനും ആദരണീയനായ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന R ശങ്കറും ഒരു സാമുദായിക ഐക്യമുണ്ട് പ്രഖ്യാപിക്കുന്നത്. അതിനെ തുടർന്ന് R ശങ്കർ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യം, KPCC അധ്യക്ഷനാകുന്ന സാഹചര്യം ഈ നാട്ടിൽ ഉടലെടുത്തിട്ടുണ്ട്. അതിന് വിത്തും വെള്ളവും നൽകിയത് NSS എന്ന് പറയുന്ന മഹത്തരമായ പ്രസ്ഥാനമാണ്. അന്ന് വേണമെങ്കിൽ മന്നത്ത് പത്മനാഭന് ആകാമായിരുന്ന ഒന്നാണ്. മന്നത്ത് പത്മനാഭനോ അല്ലെങ്കിൽ NSSനോ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. NSSന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നില്ലല്ലോ. NSS എപ്പോഴും സമദൂര സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്ഥാനമാണ് NSS. അതിൽ നിന്ന് സുകുമാരൻ നായർക്ക് മാത്രം തീരുമാനമെടുത്ത് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. അദ്ദേഹം അതങ്ങനെ എടുക്കുകയുമില്ല. ആരധികാരത്തിൽ വന്നാലും NSSന് പ്രിവിലേജസ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം താക്കോൽ സ്ഥാന വിവാദമൊക്കെ നമുക്കറിയാം. എല്ലാ പ്രശ്നങ്ങളും ഇപ്പം CPM പറ്റി ഒരാളുടെയും ഒരു സഭയുടെയും ഒരു സമുദായ നേതാക്കന്മാരുടെയും ഇടപെടൽ ഉണ്ടാവില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 9 പേരെ NSSൽ നിന്ന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ NSSന് പരാതി പറയേണ്ട ആവശ്യമുണ്ടോ?
അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ NSSുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ അവിടെ ചെന്ന് ഇദ്ദേഹത്തിന്റെ കാല് നക്കാൻ പോലും നേതാക്കന്മാർ അവിടെ പോയി നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹം വളരെ ധാർഷ്ട്യത്തോടെ കൈ കൊടുക്കേണ്ടവർക്ക് കൈ കൊടുത്തും കൈ കൊടുക്കേണ്ടാത്തവരെ മൈൻഡ് ചെയ്യാതെയും വിട്ടുകൊണ്ട് ഇതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അവിടെ പോയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. ഈ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല NSSന്റെ സമുദായാംഗമായിരിക്കുന്ന രമേശ് ചെന്നിത്തല അവിടെ ചെന്നിട്ട് വേദിയിൽ കയറ്റിയിരുത്തിയില്ല, സദസ്സിലിരിക്കാനാ പറഞ്ഞത്. അത്രയും കമാൻഡിങ് പവറുള്ള നേതാവാണ് ഈ പറയപ്പെടുന്ന സുകുമാരൻ നായർ. നമ്മൾ കളിയാക്കി വിടാനുള്ള ആളല്ല സുകുമാരൻ നായർ, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഈ പറയപ്പെടുന്ന പത്മഭൂഷൺ നമ്മൾ പലപ്പോഴും ഞാൻ സുകുമാരൻ നായർക്കെതിരെ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരെയൊക്കെ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലും ചെയ്ത ഒരാളാണ്. പക്ഷേ ഈ നിലപാട് ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ ദൂതന്മാരായി വരുമ്പോൾ അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ അങ്ങനെ ഒരു സാമുദായിക മുന്നേറ്റത്തിന്റെ താല്പര്യമില്ല എന്ന നിലപാട് അത് സ്വാഗതാർഹമാണ്. ഇനി മറ്റൊന്ന് പറയാം, ഈ വെള്ളാപ്പള്ളി നടേശൻ നാഴികയ്ക്ക് 40 വട്ടം തെറി വിളിക്കുന്ന ഒരു നേതാവുണ്ട് KB ഗണേഷ് കുമാർ, തിരിച്ചു. പക്ഷേ കഴിഞ്ഞ തവണ KB ഗണേഷ് കുമാറിൻ്റെ അടുത്ത് ഈ സഖ്യത്തെക്കുറിച്ച് ഉള്ള സൗമ്യനായ അദ്ദേഹം മറുപടി പറഞ്ഞു. ഈ KB ഗണേഷ് കുമാർ അടക്കമാണ് ഈ ഡയറക്ടർ ബോർഡിലുള്ളത്, മനസ്സിലാക്കണം, NSSന്റെ ഡയറക്ടർ ബോർഡിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സമുദായ അംഗങ്ങളുടെ സമുദായത്തിന്റെ കെട്ടുറപ്പ് നിലനിൽപ്പിനെയൊക്കെ നോക്കിക്കൊണ്ടാണ് സുകുമാരൻ നായർ തീരുമാനങ്ങൾ ഒരു പരിധിവരെയൊക്കെ എടുക്കുന്നത്. പിന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന് പ്രായാധിക്യവുമായ ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളും പിന്നെ നേരത്തെ പറഞ്ഞ ആ സമുദായത്തിൻ്റെതായ ധാർഷ്ട്യവും മാടമ്പിത്തരവും ഒക്കെ കയ്യിലിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കട്ടാൻ റൈറ്റായിട്ട് കാര്യങ്ങൾ പറയും. അവിടെ പത്രസമ്മേളനം വിളിക്കുമ്പോൾ വാസവൻ വിളിച്ചപ്പോൾ എന്താ വാസവനാന്ന് പരസ്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഫോൺ സൈലൻ്റാക്കി അടങ്ങി ഉണ്ടാതിരുന്നാൽ മതി. പുള്ളിക്ക് ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ ഒന്നുമില്ല. ഇങ്ങനെ ഒരു സഖ്യം വന്നാൽ അത് NSSന്റെ വരെ ഇടിയും. കാരണം വെള്ളാപ്പള്ളിക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം കൃത്യമായതാണെന്ന് പറയുമ്പോഴും സത്യസന്ധമാണെന്ന് പറയാൻ സാധിക്കില്ല. ഒരു വഴിയിലൂടെയല്ല, 2 വള്ളങ്ങളിൽ ഒരേ സമയം കാലയോട്ടുന്നു. അങ്ങ് ദേശീയതയ്ക്കൊപ്പം BJPയിലും ഇവിടെ സംസ്ഥാനത്ത് CPMനൊപ്പം ഒരേ അണികളെ കൊണ്ട് ശബരിമല സംരക്ഷണ റാലി, വിശ്വാസ സംരക്ഷണ റാലിക്ക് ആളെ കൊടുക്കുമ്പോൾ ഒരാഴ്ചക്കിപ്പുറം വനിതാ മതിലിനും ആളെ കൊടുക്കുന്ന സമുദായ പ്രസ്ഥാനമായി SNDP മാറുകയാണ്. ആ SNDPയുടെ ഇരട്ടത്താപ്പ് നയങ്ങളോട് തങ്ങൾക്ക് സന്ധിയില്ല എന്ന് NSS കൃത്യമായി പറയുന്നു. പക്ഷേ ഒരു സാമുദായിക ഐക്യം ഉണ്ടാകുന്നതിൽ ഉണ്ടായിക്കോട്ടെ എന്ന് അദ്ദേഹം ചിന്തിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചങ്ങ് മുതലെടുത്ത് അങ്ങ് കത്തിക്കേറുകയാണ്. ഇദ്ദേഹം ആരുടെയൊക്കെ പേരാണ് ഇതിനൊക്കെ വേണ്ടി, ശ്രീനാരായണ ഗുരുദേവൻ്റെയൊക്കെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ എടുത്തു വെച്ച് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ സങ്കടം തോന്നുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ജീവിതത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരാദർശങ്ങളും സ്വന്തം ജീവിതത്തിൽ പുലർത്താത്തൊരു മനുഷ്യൻ. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ SNDPയുടെ മുൻ വക്താവ് നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, കക്കൂസിനുള്ളിൽ നിലവിളക്ക് കത്തിച്ചു വെക്കുന്നത് പോലെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഗുരുദേവന്റെ പേര് ഉപയോഗിക്കുന്നത്. പക്ഷേ സമുദായ ആചാര്യനെ, മണ്ണത്ത് പത്മനാഭനെ കഴിഞ്ഞ ദിവസത്തിൽ അദ്ദേഹത്തിന് വിമർശനമുണ്ട്. ഇവിടെ വരുന്ന ഒരുത്തനും ഞാൻ വേദി കയറ്റാത്ത എന്താണെന്നറിയോ, മണ്ണത്ത് പത്മനാഭൻ എന്ന് ഉച്ചരിക്കാൻ പറ്റില്ല, എല്ലാവരും മന്നത്ത് എന്ന് പറയുന്നത്. പേര് പറയാൻ അറിയാത്തവൻ ഇവിടെ കയറണ്ട എന്ന് പറയുകയാണ്. സമുദായം വിട്ടൊരു കളിയില്ല, സമുദായ ആചാര്യം വിട്ടൊരു കളിയില്ല, അദ്ദേഹം പറഞ്ഞ ആദർശങ്ങൾക്കപ്പുറത്തേക്ക് ഒരു കളിയില്ല എന്ന് പറയുന്ന സമൂല സിദ്ധാന്തത്തെ ചേർത്ത് പിടിക്കുന്ന NSSന്റെ ഇപ്പോഴത്തെ നയങ്ങളെ നമ്മൾ 2 കൈ പിടിച്ച് സ്വീകരിക്കണം. ഈ NSSനെ അറിയാം, ചുമ്മാ നിൽക്കണം ആരവം കാണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. സമദൂര സിദ്ധാന്തം പിടിച്ചാൽ ഇപ്പൊ NSSന് എന്തിനു സാധിക്കാനാണ് സർക്കാർ വന്നിട്ട്? NSSന് നിലവിലുള്ള സ്വത്തുവകകളും കോളേജുകളും ഈ പറയപ്പെടുന്ന സ്ഥാപനങ്ങളും ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നേ വലിയ പാടുപെട്ടില്ല. പണമില്ലാഞ്ഞിട്ടല്ല, ആളുകളില്ലാഞ്ഞിട്ടല്ല, അതൊരു പ്രത്യേക സംവിധാനത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. SNDP അങ്ങനല്ല. അവിടുന്ന് ഇവിടുന്ന് ട്രസ്റ്റുകളും സംഘടനകളും ഒക്കെ ഉണ്ടാക്കി കുറെ കോളേജുകളും ഒക്കെ അനുവദിപ്പിച്ച് കിട്ടുന്നതിലെല്ലാം കൈയിട്ട് വാരി. SNDP അല്ല ഞാൻ പറയുന്നത്, മഹത്തരമായ പ്രസ്ഥാനത്തെ അല്ല, ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും ഒക്കെ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തെ അല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ അതിനുള്ളിലെ മാലിന്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും സുകുമാരൻ നായർക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ രാഷ്ട്രീയ കേരളത്തിന് ഉചിതമായ തീരുമാനമാണ്. അത് VD സതീശന് അനുകൂലമായോ ഒന്നുമല്ല, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായോ, അല്ലെങ്കിൽ പിണറായി വിജയൻ അനുകൂലമായോ ഒന്നുമല്ല, അല്ലെങ്കിൽ പിണറായി വിജയനെ മാറ്റി KN ബാലഗോപാലും KB ഗണേഷ് കുമാറിനും അനുകൂലമായിട്ടൊന്നുമല്ല. ഇതെല്ലാം നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് സമുദായ അംഗങ്ങളുടെ വികാരങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കുന്ന ഒന്നാണ്. അവിടെ ഒരു ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്. അവിടെ NSSനുള്ളിൽ ഒരു പരിധിവരെ ജനാധിപത്യം നിലനിൽക്കുന്നു. ഒരു പരിധിവരെ എന്നും എടുത്ത് പറയണം, 100% എന്ന് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാതെ പോകാൻ സാധിക്കുകയില്ല.